എവരിവൺ. ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. എന്റെ ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ടുള്ള ഒരു ഡ്രീം ആയിരുന്നു. 1 year ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു അക്യുപഞ്ചർ, അതായത് TCM, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നുള്ള അക്യുപഞ്ചറിനെ കുറിച്ചൊരു പുസ്തകം എഴുതണം എന്നുള്ളത്. അറ്റ് ലാസ്റ്റ് മൈ ഡ്രീംസ് കംസ് ട്രൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഗൈസ്. പുസ്തകം എഴുതിയിരിക്കുന്നത് ഞാനല്ല കേട്ടോ, കാരണം ഞാൻ ഇതിൽ ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തത്. അറിയാലോ എനിക്ക് മലയാളത്തിൽ അത്രമാത്രം ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് ആ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മിസ്ഹാബ് എന്ന് പറഞ്ഞിട്ട് എന്റെ സ്റ്റുഡന്റിനെ കൊണ്ടാണ് ഞാൻ പുസ്തകം എഴുതിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിൽ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുൾ അക്യുപഞ്ചറിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അക്യുപഞ്ചർ മെറിഡിയൻസ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ക്ലിനിക്കൽ അക്യുപഞ്ചറിന് അതായത് അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, പാത്തോളജി പോലെയുള്ള കുറെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് അക്യുപഞ്ചറിന് വേണ്ട വിധത്തിലുള്ള കേട്ടോ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഒറ്റമൂലികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടിയ രീതിയിലുള്ള കുറച്ച് നാച്ചുറൽ റെമഡീസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സ്കാൾപ്പ് അക്യുപഞ്ചർ, ഓഡിക്കുലർ തെറാപ്പി, കപ്പിംഗ് തെറാപ്പി, മോക്സിബേഷൻ, ഇലക്ട്രോ തെറാപ്പി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20,000ഓളം കേസ് ഹിസ്റ്ററികൾ ഇവിടെ ഉണ്ട്. അതിന്റെ ഫയലുകൾ ഇവിടെ എന്താ പറയാ നമുക്ക് സോളിഡ് ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ കാണുന്നതെല്ലാം ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഫയലുകളാട്ടോ. അപ്പൊ അവർക്ക് കിട്ടിയ റിസൾട്ട്, അതായത് ക്ലിനിക്കൽ എവിഡൻസ് വെച്ചിട്ട് ക്ലിനിക്കൽ റിസൾട്ട് കിട്ടിയ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പൊ ആ പ്രോട്ടോകോൾസും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും, കാരണം അഥവാ ഞാൻ ഈ ലോകത്തു നിന്ന് പോയാലും ഈ പുസ്തകത്തിലൂടെ എന്നെ നിങ്ങൾ അറിയണം, ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ എന്നെ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ചില പോയിന്റ്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സൊസൈറ്റിക്ക്, അതായത് സമൂഹത്തിന് നന്മ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൽ കുറെ നമുക്ക് ഫ്രണ്ട് ഷൂ പോയിന്റ്, ബാക്ക് ഷൂ പോയിന്റിന്റെ പ്രത്യേകതകൾ, പിന്നെ യുവാൻ സോഴ്സ് പോയിന്റ് എന്താ അതിന്റെ പ്രത്യേകതകൾ, ഹീഷി പോയിന്റ്, പിന്നെ അത് കൂടാണ്ട് തന്നെ കുറെ ഡേഞ്ചറസ് പോയിന്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് പോയിന്റ്, അത് നിങ്ങൾക്ക് അനസ്തേഷ്യ പോയിന്റ്, ടോക്സിൻ റിമൂവൽ പോയിന്റ് ഒക്കെ കിട്ടും. ഈ ക്ലിനിക്കൽ അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് നമ്മൾ വേറൊരു സെക്ഷൻസ് ചെയ്തിരിക്കുകയാണ്. അതിലാണ് നമ്മളുടെ എന്താ പറയാ ഇതിൽ ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ പൾസിന്റെ ഡെഫിഷ്യൻസി സിറ്റുവേഷൻസിൽ നമുക്ക് വരുന്ന പോയിന്റ് സെലക്ഷൻസ് ഉണ്ട്. അതിന് ടോണിഫിക്കേഷൻ ഏതൊക്കെയാ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സെഡേഷൻ ഏതൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള പൾസ് നോക്കിയിട്ട്, അതായത് ഇന്ന പൾസ് നിങ്ങൾക്ക് എക്സസോ ഡെഫിഷ്യൻസിയോ വന്നു കഴിഞ്ഞാൽ ഏത് പോയിന്റ് സെലക്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് കൂടി നമ്മൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിതിൽ വരുന്നത് ഇതെല്ലാം അതാണ്. പിന്നെ ഇത് കണ്ടോ, ഈ നമുക്കിപ്പോൾ തലവേദന ആണെങ്കിൽ നമുക്ക് പൾസ് നോക്കിയിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾ ചെയ്യാം. പക്ഷെ തലവേദനയുടെ മൂല കാരണം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ ഡിഫറെന്റ് രീതിയിലുള്ള മുൻവശത്തെ തലവേദന, പിൻവശത്ത് എന്താണോ റൂട്ട് കോസ്, ആ റൂട്ട് കോസ് നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട കുറച്ച് പ്രോട്ടോകോൾസ്, ഇത് എന്റേതായിട്ടുള്ള കുറെ പ്രോട്ടോകോൾസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ എന്റെ സ്റ്റുഡൻസിന് നോട്ട്സ് ആയിട്ട് നിങ്ങൾ എഴുതിയെടുത്തോളൂ, എനിക്ക് ക്ലിനിക്കൽ കിട്ടിയ റിസൾട്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് നോട്ട്സിൽ കൊടുത്ത ആ നോട്ട്സിന്റെ സംഭവങ്ങളെല്ലാം വള്ളി തെറ്റാണ്ട് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ അകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് വിത്ത് ദ ഗൈഡൻസ് ഓഫ് മീ, എന്റെ ഗൈഡൻസിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ബുക്കാണ്. നിങ്ങൾ ഓരോ അക്യുപഞ്ചറിസ്റ്റുമാർക്കും വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിൽ എഴുതിയിട്ടുള്ളത്. നമ്മുടെ അനാട്ടമി സെക്ഷൻസ് കൈകാര്യം ചെയ്യുന്ന ടീച്ചർ തന്നെയാണ് ഇതിന്റെ ഗൈഡ് ലൈൻസിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ ഒക്കെ ഓരോ ഹോർമോൺസിന്റെയും, എല്ലാ ഹോർമോൺസിന്റെയും ഓരോ ആ ഹോർമോൺസ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ആ ഹോർമോൺസ് നമ്മുടെ സെക്രേറ്റ് ചെയ്യുന്നത്, നമുക്ക് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സിസ്റ്റവും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓരോ ബ്ലഡ് ടെസ്റ്റിന്റെയും നോർമൽ വാല്യൂ എന്താ, അല്ലാത്തത് എന്താ, നമുക്കറിയാം അലർജി ടെസ്റ്റ് ഉണ്ട്, അത് അലർജി ടെസ്റ്റിന്റെ എന്തൊക്കെയാണുള്ളത്, ഡയബറ്റിക്കിന് എന്തൊക്കെ ടെസ്റ്റാണ് ഉള്ളത്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ എന്തൊക്കെയാ വരുന്നത്, കൊളസ്ട്രോൾ എന്താ വരുന്നത്, അതുപോലെ LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ എന്തൊക്കെയാ വരുന്നത്, പാൻക്രിയാസിനുമായിട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടത്, തൈറോയിഡിന് എന്തൊക്കെയാണ്, കിഡ്നി ഫംഗ്ഷൻസിൽ എന്തൊക്കെയാണ്, സെക്ഷൽ ഡെവലപ്മെന്റ് ടെസ്റ്റ് എന്താണ്, അങ്ങനെയുള്ള കുറെ ടെസ്റ്റുകൾ, ഈസ്ട്രോജൻ, അതുപോലെ തന്നെ FSH, LH, അങ്ങനെ വരുന്ന എല്ലാത്തിന്റെയും പ്രൊലാക്റ്റിൻ, അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ നൂതന സാങ്കേതിക രീതിയിലുള്ള നോർമൽ ടെസ്റ്റുകളുടെ ഒക്കെ വാല്യൂ, ഇത് എത്രമാത്രം കറക്റ്റ് ആണ്, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പോകുന്നതെന്നല്ല. നമ്മൾ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നുള്ള പ്രാചീന ചൈനീസ് ചികിത്സ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ ഡയഗ്നോസിസ് മെത്തേഡ് ഇതിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആണ്, അതും എനിക്കറിയാം. കാരണം നമുക്കുള്ളത് പൾസ് ഡയഗ്നോസിസ്, ടങ് ഡയഗ്നോസിസ്, ഐ ഡയഗ്നോസിസ്, ഫേസ് ഡയഗ്നോസിസ്, അങ്ങനെ ഒരുപാട് നമ്മുടെ പ്രാചീന രീതിയിലുള്ള രോഗനിർണയ രീതികൾ നമുക്കുണ്ട്. പക്ഷെ
പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ മോഡേൺ രീതിയിലുള്ളതും കൂടി നമുക്കൊന്ന് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം ഒരാൾ ഒരു റിപ്പോർട്ട് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയണമല്ലോ ഇതിൽ എന്താണ് നോർമൽ അബ്നോർമൽ. നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ചികിത്സ കൊടുക്കുന്നതെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഏതൊരു നോളജും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. അപ്പൊ അത്തരം രീതിയിൽ വളരെ ചെറിയൊരു എമൗണ്ടിൽ തന്നെ നമ്മൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ബുക്സ് ആണ്. MP IB ഈഡൻ ആണ് ഇത് പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, ഇതിനെ പ്രകാശനം ചെയ്ത അദ്ദേഹത്തിനും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു പേപ്പർ പ്രസന്റേഷന്റെ ഭാഗമായിട്ട് കൊളംബോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് അവർക്ക് ഈ മലയാളമൊന്നും അവർക്ക് അറിയില്ല, 72 രാജ്യങ്ങളിൽ നിന്ന് പല ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് മേഖലയിലുള്ള എക്സ്പേർട്സാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ പുസ്തകം കാണിച്ചു കൊടുത്തപ്പം അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. പലരും ഇത് കിട്ടുമോ, അങ്ങനെ മൊബൈലിലൊക്കെ ഫോട്ടോ എടുത്തിട്ടൊക്കെ പോയിട്ടുണ്ട് എന്റെ പ്രോട്ടോകോൾസ് ഒക്കെ. അപ്പൊ എന്തായാലും ഇത് നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യക്കാർ നമുക്ക് അഡ്രസ് അയച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരും. അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയാ അക്യുപഞ്ചർ ഷോപ്പുകളിൽ, നമ്മുടെ നീഡിൽസ് ഒക്കെ എടുക്കുന്ന ഷോപ്പുകളിൽ നിങ്ങൾക്ക് ഈ ബുക്സ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഓരോ അക്യുപഞ്ചറിസ്റ്റുമാരുടെ കയ്യിലും ഈ പുസ്തകം അത്യാവശ്യമാണ്. അത് എൻ്റെ ഒരു ഓർമ്മക്കായിട്ടാണെങ്കിലും നിങ്ങൾ ഇത് മേടിച്ച് വെക്കാം. കാരണം എൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രോട്ടോകോൾസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്.